ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി ചലച്ചിത്ര പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും മൊത്തം തല പുകച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സഖാവ് എം മുകേഷ് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സകല ആളുകളും ഈ സിനിമാ രംഗത്തുള്ള ചൂഷണത്തെക്കുറിച്ചും മറ്റ് കുൽസിത പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉത്കണ്ഠാകുലരായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയോട് അനുഭവം പുലർത്തുന്ന സാംസ്കാരിക പ്രവർത്തകർ കണ്ണൂരിൽ അവരുടെ സംസ്ഥാന സമ്മേളനം ആഘോഷിച്ചു. 2-3 ദിവസം മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് രാജ്യത്തെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക പ്രശ്നങ്ങൾ തലനാരിഴ കീറി ചർച്ച ചെയ്തു. ഈ റിപ്പോർട്ട് വരും എന്ന് കരുതിയിട്ടല്ല ഈ സമ്മേളനത്തിൻ്റെ തീയതി നിശ്ചയിച്ചത്. തീയതി നിശ്ചയിച്ചതിന് ശേഷമാണ് കഷ്ടകാലത്തിന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നത്. ബാക്കിയുള്ള പുകിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഏതായാലും പുകാസയുടെ സമ്മേളനം ജില്ലായിട്ട് കണ്ണൂരിൽ നടന്നു. മാത്രമല്ല പാർട്ടി ഭരിക്കുന്ന സമയമാണ്. സ്ഥലം കണ്ണൂരാണ്. സാംസ്കാരിക നായകന്മാർ ധാരാളം ഉള്ള സ്ഥലമാണ്. അവർ തലനാരിഴ കയറി ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല, വലിയൊരു പ്രവർത്തന രേഖ നമ്മുടെ പ്രൊഫസർ എം നാരായണൻ മാഷ് അവതരിപ്പിച്ചു. അത് സമ്മേളനം കൈയടിച്ച് പാസ്സാക്കി. ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് സഖാവ് ഷാജി എൻ കരുണിനെയും ജനറൽ സെക്രട്ടറി ആയിട്ട് ഡോക്ടർ KP മോഹനെയും തിരഞ്ഞെടുത്തു എന്ന വാർത്ത നമ്മൾ പത്രദ്വാര അറിഞ്ഞു. ഷാജി എൻ കരുണിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മുഖവരുടെ ആവശ്യമില്ല. വലിയ ഛായാഗ്രാഹകനായിരുന്നു, സംവിധായകനായിരുന്നു, പിന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. മിക്കവാറും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും ഇദ്ദേഹമായി തീരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും സഖാവിൻ്റെ കാലം തെളിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ പുകാസയുടെ പ്രസിഡൻറ്റ് എന്ന ഒരു വലിയ എടുത്താൽ പോകാത്ത സ്ഥാനം കൂടി അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തെ അഭിനന്ദിക്കും. ഡോക്ടർ KP മോഹനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അദ്ദേഹം ഒരു പുരോഗമന ചിന്താധികാരനും എഴുത്തുകാരനും ദേശാഭിമാനി വാരികയുടെ പഴയ പത്രാധിപരും പിന്നെ നമ്മുടെ പ്രശസ്തനായ ചെറുകാടിൻ്റെ മകനുമാണ്. അങ്ങനെയുള്ള ഈ ധീര സഖാവ് അദ്ദേഹം ഈ സ്ഥാനം വഹിക്കാൻ ഏത് നിലയ്ക്കും യോഗ്യനാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ തന്നെ ഈ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൽ ചേരുന്നവരൊക്കെ തന്നെ യോഗ്യന്മാരാണല്ലോ. അതിൻ്റെ യോഗ്യതയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയത് അവിടെ നമ്മുടെ മുൻ തൃപ്പൂണിത്തുറ MLA നിലവിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സർവോപരി ഒരു സാംസ്കാരിക ചിന്തകനുമായിട്ടുള്ള സഖാവ് M സ്വരാജ് നടത്തിയ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ദേശാഭിമാനിയിൽ നോക്കിയിട്ട് കണ്ടില്ല, മാതൃഭൂമിയിൽ വായിച്ചു. സഖാവ് പ്രസംഗിച്ചത് ഏതാണ്ട് ഇപ്രകാരമാണ്: വർഗീയതയെ ചെറുക്കാനായിട്ട് കലയും സാഹിത്യവും ഒക്കെ ആയുധങ്ങളാക്കണം, പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതിലുപരി ഇരുമ്പും ഉരുക്കും ചേർത്ത് സാഹിത്യം എഴുതണം, സാഹിത്യകാരന്മാർ യോദ്ധാക്കളായി മാറണം എന്നാണ്. എത്ര ഗംഭീരമായ, എത്ര ഉത്കൃഷ്ടമായ ഒരു ചിന്താസരണിയാണെന്ന് തോന്നി. ഇത് സത്യത്തിൽ ഈ ആവിഷ്കരിച്ചത് സത്യത്തിൽ സ്വരാജല്ല. ഇങ്ങനൊരു ആശയം പണ്ട് കൊടുത്ത് സോവിയറ്റ് യൂണിയൻ്റെ പ്രൊപ്പഗൻഡ വിഭാഗം തലവനായിരുന്ന ആന്ദ്രേ ഷഡനോവ് എന്ന് പറഞ്ഞൊരു ചിന്തകനുണ്ട്. ഈ ഷഡനോവ് സ്റ്റാലിൻ്റെ കാലത്ത് സാംസ്കാരിക നായകന്മാരെയും കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയൊക്കെ നേർവഴി നടത്താനായിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ആ കാലത്ത് വലിയ വലിയ സാഹിത്യകാരന്മാർ പോലും രചന നിർവഹിച്ചത്. ഈ മിഖായിൽ ഷോളക്കോവിനെ പോലെ, അലക്സി ടോൾസ്റ്റോയെ പോലുള്ള ആളുകൾ, ലിയോ ടോൾസ്റ്റോയെ അല്ല, അലക്സി ടോൾസ്റ്റോയ്, അതുപോലുള്ള ജനകീയ സാഹിത്യകാരന്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ, ഇദ്ദേഹത്തിൻ്റെ കുറിപ്പടികൾ, ഇദ്ദേഹം കൊടുക്കുന്ന ക്യാപ്സൂളുകൾ ഉപയോഗിച്ചിട്ടാണ് സാഹിത്യ രചന നടത്തുക. സ്റ്റാലിനോട് ചോദിക്കും സാഹിത്യം എഴുതുന്നതിന് മുമ്പായിട്ട്, സ്റ്റാലിൻ പറഞ്ഞ രീതിയിലായിരിക്കും കഥ എഴുതുക, അല്ലെങ്കിൽ നോവൽ എഴുതുക, അതല്ലെങ്കിൽ സിനിമകൾ നിർമ്മിക്കുക. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. സ്റ്റാലിന് യോഗ്യനാണെന്ന് തോന്നുന്ന ആളെ കുറിച്ചിട്ട് ഇവർ പ്രകീർത്തിച്ചുകൊണ്ട് സിനിമ എടുക്കും, നാടകം എഴുതും, പാട്ട് പാടും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകും. അതിൻ്റെ ഈ പ്രൊപ്പഗൻഡ വിഭാഗത്തിൻ്റെ തലവനായിരുന്നു ഷഡനോവ്. അപ്പോൾ ഷഡനോവിൻ്റെ സിദ്ധാന്തം അനുസരിച്ചിട്ട് വേണം ഇനി മേലിൽ പുരോഗമന കലാ സാഹിത്യകാരന്മാർ ലേഖനങ്ങളാണെങ്കിലും ഉപന്യാസങ്ങളാണെങ്കിലും കവിതകളാണെങ്കിലും ഇനി നാടോടിപ്പാട്ടാണെങ്കിലും കുമ്മികളിയാണെങ്കിലും ചവിട്ട് നാടകമാണെങ്കിലും അവതരിപ്പിക്കുക. അപ്പോൾ ഷഡനോവിൻ്റെ റോളിലാണ് ഇപ്പോൾ സഖാവ് സ്വരാജ് പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും സിദ്ധാന്തം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പറയുന്ന സമയത്താണ് ഇരുമ്പുരുക്ക് കലാസൃഷ്ടി നടത്തിയ നമ്മുടെ പാവപ്പെട്ട മുകേഷ് ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ട് MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPI നേതാക്കന്മാർ വരെ ഇദ്ദേഹം രാജിവെക്കണം എന്ന് ഭംഗ്യന്തരയുടെ പറഞ്ഞു കഴിഞ്ഞു. ആനി രാജ പറഞ്ഞു.
CPM-ൻ്റെ അഖിലേന്ത്യാ വനിതാ നേതാക്കളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബൃന്ദ കാരാട്ടാണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ മുകേഷ് രാജിവെക്കണമെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, രണ്ടുപേരും ഇങ്ങനെ അമ്മിക്കുഴവിക്ക് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സ്വരാജ് സഖാബി ഇവിടെ ഇങ്ങനെ ഇരുമ്പുരുക്ക് സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ഇരുമ്പ് ഉരുക്കുമൊന്നുമല്ല വേണ്ട, ഇവനൊക്കെ ചുട്ടടിയാണ് കൊടുക്കേണ്ടത്. ഈ മുകേഷിനെ പോലെ അതുപോലെ P. ശശിയെ പോലെയുള്ള സൈദ്ധാന്തികന്മാരാണ് ഇപ്പോൾ ഈ പാർട്ടിയിലിരിക്കുന്നത്. സ്ത്രീകളെങ്ങനെ ഈ പാർട്ടിയിൽ ചേരും, എങ്ങനെ ഇതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ വരും, എങ്ങനെ SFIയിൽ ചേരും, ഇതുപോലത്തെ ആഭാസന്മാരാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാരായിട്ട് പുരോഗമന ചിന്താധികാരായിട്ടും ഇരിക്കുന്നത്. ഈ അമ്മ സംഘടനയുടെ തന്നെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണ്. ചലച്ചിത്ര അക്കാദമിയുടെ താക്കോൽ സ്ഥാനത്തിരുന്ന ആൾ ഇടതുപക്ഷക്കാരനൊന്നുമല്ല, ഇടതുപക്ഷത്തിൻ്റെ കെയർ ഓഫിൽ വന്ന ആളാണ് രഞ്ജിത്ത്. അതുപോലെ ഇതിൻ്റെ ഈ ഭാരവാഹികളുടെ പേര് വായിച്ചപ്പോഴും ഞാൻ ചിരിച്ചുപോയി. ഇരുമ്പുരുക്ക് സിദ്ധാന്തവുമായിട്ട് വരുന്നതിൽ ഒരാൾ നമ്മുടെ സംവിധായകൻ കമലാണ്. രഞ്ജിത്തിനെതിരെ ഉയർന്നേക്കാൾ എത്രയോ മ്ലേച്ഛമായ ആരോപണമാണ് കമലിനെതിരെ ഉയർന്നത്. അദ്ദേഹം അത് നിഷേധിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തെ നയിക്കുന്നത്. മുകേഷിനെ പോലുള്ള കലാകാരന്മാരെയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് സഖാവ് സ്വരാജ് പറയുന്നത് എന്താണ് സാഹിത്യകാരന്മാർ യോദ്ധാക്കളായി മാറുന്നത്. നാട്ടുകാർ മുരിക്കും പത്തിൽ വെട്ടി അടിക്കും ഈ പുരോഗമനക്കാരെ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ. ഇവർ സാഹിത്യവും പറഞ്ഞുകൊണ്ടങ്ങോട്ട് ചെന്നാൽ പോയി നാട്ടിൻപുറത്തേക്ക് അല്ലെങ്കിൽ പട്ടണങ്ങളിലേക്ക് എവിടെ പോയാലും തല്ല് കിട്ടും. ഇടതുപക്ഷക്കാരനാണെന്ന് പറയാൻ നാണാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സമയത്താണ് ഇദ്ദേഹം ഈ ഷഡനോവിൻ്റെ സിദ്ധാന്തം പൊടി തട്ടിയെടുത്ത് വീണ്ടും കൊണ്ടുവരും. നമുക്ക് ലജ്ജിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അത്രയും നീചമായ അത്രയും മോശപ്പെട്ട ഒരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. പിന്നെ സഖാവിനെ സംബന്ധിച്ചോളം തൊഴിലിതായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഷഡനോവിനെ ഒന്ന് ശരിയായിക്കളാം എന്ന് വിചാരിച്ചു. അപ്പോൾ സഖാവ് പിണറായി വിജയൻ സ്റ്റാലിനും സഖാവ് മുകേഷ് പഴയ ബെറിയയും സഖാവ് സ്വരാജ് ഷഡനോവുമായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ വിപ്ലവം അധികം വൈകാതെ പൂർത്തീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിന് അവകാശമില്ല. ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറും. സഖാവ് പിണറായി വിജയൻ ഇന്ത്യ ഭരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.